എങ്ങനെ നമ്മൾ തോറ്റ്? വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അത് പോറ്റിയേ കേറ്റിയേ സ്വർണം ചമ്പായി മാറ്റിയേ. ഈ പാട്ട് എല്ലാവർക്കും അറിയാം. ഇലക്ഷന്റെ മുമ്പും ശേഷവും വളരെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു പാട്ടാണ്. LDFന്റെ പതനത്തിന് ഈ പാട്ട് ഒരു വിധത്തിൽ സ്വാധീനിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. ഒരുപക്ഷെ ശരിയായിരിക്കും. ശബരിമല വിഷയം അത്ര കണ്ടിട്ട് എഫക്ട് ചെയ്യാത്ത സാധാരണ ജനങ്ങൾക്ക് ഈ പാട്ടും കൂടി കേട്ടപ്പോൾ നല്ലോണം എഫക്ട് ചെയ്യും. അത് മാത്രമാണോ LDFന്റെ പതനത്തിന്റെ കാരണം? അല്ല. രണ്ടാം ഘട്ട ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖച്ഛായ തന്നെ മാറിയതായിട്ട് പലരും ശ്രദ്ധിച്ചിരുന്നു. BJP RSSനെ 7 അയലത്ത് നിർത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുമായിട്ട് ഒരു കൂടിച്ചേരലും ഒരു സൗഹൃദവും അത് സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ടാക്കി. കാരണം വർഗീയ പാർട്ടികൾ ഈ മണ്ണിൽ വരാത്തതിന്റെ ഒറ്റ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ അചഞ്ചലമായ നിലനിൽപ്പായിരുന്നു എന്ന് വിശ്വസിച്ചാണ് അവർ നിങ്ങളുടെ കൂടെ നിന്നത്. അങ്ങനെ വിശ്വസിച്ച് കൂടെ നിന്നവരുടെ മുന്നിലൂടെയാണ് നിങ്ങൾ ഈ രണ്ടാം ഘട്ട ഭരണത്തിൽ RSS BJPയെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് നിങ്ങൾ കാഴ്ചവെച്ചതെന്ന് തിരിച്ചറിഞ്ഞു. അത് കൂടുതലായിട്ടും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായത് അവസാനം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന BJPയുടെ നേതാവിനെ കൂടെ കൂട്ടിയതും കാറിൽ കൊണ്ടുപോയതും സ്റ്റേജ് പങ്കിട്ടതൊക്കെയാണ്. അവിടെ നിങ്ങളുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളെ കൂടെ നിന്നാൽ ഹിന്ദുക്കളുടെ 4 വോട്ട് കിട്ടുമെന്ന BJPയുടെ തലയണ മന്ത്രത്തിലോ അല്ലെങ്കിൽ ഭീഷണിയിലോ നിങ്ങൾ കുടുങ്ങിപ്പോയതാണ് പ്രശ്നം. UPയിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയുള്ള ഹിന്ദുക്കളാണ് കേരളത്തിൽ ഇന്ന് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, ഭരണഘടനയിൽ ഉറച്ച വിശ്വാസമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോയതാണ്. ഈ പോക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി ഉരുകി BJPയിലേക്കും RSSലേക്കും ഒഴുകിയില്ലാതെയാകാനാണ് സാധ്യത. 3 മാസം കൂടി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അത് വീണ്ടെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ അന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ അന്നും ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും.